ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. സ്വാഗതം. ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 5 കർമ്മസന്യാസ യോഗം അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇവിടെ അർജുനന് ഇപ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോക്കിയാൽ അർജുനന് മഹത്തായ ഒരു ജ്ഞാനം തന്നെ ഉപദേശിച്ചു കൃഷ്ണൻ. അപ്പോൾ എന്നാൽ അതിനു മുമ്പ് 3ാമത്തെ ചാപ്റ്ററിൽ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ 4ാമത്തെ ചാപ്റ്റർ ജ്ഞാനകർമ്മ സന്യാസ യോഗമാണ്. അപ്പോൾ കർമ്മത്തെയും സന്യസിക്കണം, അതായത് ശരിയായിട്ട് കർമ്മത്തെയും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർമ്മത്തെ സമർപ്പിക്കണം ഭഗവാന്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജ്ഞാനം നേടുമ്പോൾ മാത്രമേ ആ ഒരു തലത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അർജുനൻ്റെ സംശയം കർമ്മയോഗമാണോ ശ്രേഷ്ഠം. കർമ്മയോഗം 3ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു, കർമ്മം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള വിശിഷ്ടമായ കാര്യങ്ങൾ. പിന്നെ കർമ്മസന്യാസ യോഗമാണോ, ഏതാണ് ശ്രേഷ്ഠം എന്നുള്ളതിൻ്റെ ആ ഒരു സംശയം വീണ്ടും ഉദിക്കുന്നു. അപ്പോൾ അതിനെ ലഘൂകരിക്കാൻ മനസ്സിനെ എങ്ങനെയൊക്കെ പാകപ്പെടുത്തണം, വിവേകത്തോടെ കർമ്മം ചെയ്യണം, ജീവിത വിജയത്തിന് ആത്മശ്രേയസ്സിന് അതിനുള്ള ഉപായം ഇത് മാത്രമാണ് എന്ന് അർജുനന് ബോധ്യം വരുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ആദ്യം നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ അർജുന വിഷാദ യോഗം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയല്ലോ. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയൊക്കെ കുറേ മാറി വന്ന് പിന്നെ അർജുനൻ ധരിച്ചു വെച്ചത് കർമ്മം എന്നാൽ യജ്ഞം, യാഗം, ഹോമം എന്നൊക്കെയാണ് എന്നാണ്, വൈദിക കർമ്മമാണ് എന്നാണ്. സന്യാസം എന്നാൽ എല്ലാം വിട്ടെറിഞ്ഞ് കാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒറ്റക്കാലിൽ തപസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ ഒരു മനസ്സിൽ നമുക്കുമൊക്കെ അങ്ങനെയാണല്ലോ തെറ്റിദ്ധാരണകൾ. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളെ ഒക്കെ മാറ്റിക്കൊണ്ട് ഭഗവാൻ കുറേ കാര്യങ്ങളും കൂടെ മനസ്സിൻ്റെ ആ ഒരു സംശയങ്ങളെ ദൂരീകരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ 5 കർമ്മസന്യാസ യോഗം. അപ്പോൾ ഈ നമ്മുടെ വൈദിക സമ്പത്ത്, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അതൊക്കെ കുറേ എന്താ പറയുക, കുറച്ച് ഒരു പുരോഹിത വർഗത്തിനും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേരുടെ കയ്യിലായിരുന്നു മുമ്പ് എങ്കിൽ അതെല്ലാം മാറി അതെല്ലാം എല്ലാവർക്കും, മാനവരാശിക്ക് മുഴുവൻ അവകാശപ്പെട്ടതാണ് എന്നും അതിൻ്റെ ശാസ്ത്രീയമായ ആചാരക്രമത്തെ ഭഗവാന്റെ വാക്കുകളിലൂടെ ഈ ഗീതയിലൂടെ അതിനെ ജനകീയമാക്കി തീർത്തു. അതാണ്. അപ്പോൾ നമ്മൾ ഈ ഉപനിഷത്ത് തത്വങ്ങൾ വാരി വിതറണം എന്ന് പറയും. സ്വാമി വിവേകാനന്ദൻ പറയുന്ന ഉപനിഷത്ത് തത്വങ്ങൾ ജനങ്ങളിലേക്ക് വാരി വിതറുകയാണ് വേണ്ടത്. കാരണം എല്ലാം ഇത്രയും വലിയ ഒരു സമ്പത്തുണ്ടായിട്ട് നമ്മൾ ദരിദ്രരെ പോലെ നമ്മൾ കഴിയേണ്ട ആവശ്യമില്ല എന്നും, അതായത് സമൂഹ നന്മയ്ക്കായിട്ട് അർപ്പണത്തോടെ കർമ്മം ചെയ്യുക, അതിനെയാണ് യജ്ഞം എന്ന് പറയുക. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ യജ്ഞഭാവത്തിലൂടെ ചെയ്യണം. അതിനാദ്യം നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ആലസ്യഭാവത്തെ തട്ടി ഉണർത്തിയിട്ട് കർമ്മനിരതനാകണം, അതാണ് പറയുന്നത്. അപ്പോൾ കർമ്മനിരതനായ ഒരു വ്യക്തിക്ക് ആലസ്യത്തെ അതിജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ തമോ ഗുണത്തെ രജോ ഗുണമാക്കി പിന്നെ നിരന്തര ഒരു പരിശ്രമത്തിലൂടെ, നാമജപങ്ങളിലൂടെ, നല്ല കാര്യങ്ങളിലൂടെ ആ സത്വഭാവത്തിലേക്ക് ഉണരാനും കഴിയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നല്ല കർമ്മങ്ങൾ, നിഷ്കാമ കർമ്മങ്ങൾ, പിന്നെ അവസാനം ധ്യാനം. ഇതാണ് ആത്മവികാസത്തിനുള്ള സാധനാക്രമം എന്ന് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പം ആദ്യം സകാമ കർമ്മം, ഒരു കാര്യത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, പിന്നെ നിഷ്കാമ കർമ്മം, ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അവസാനം ധ്യാനത്തിലൂടെ ആത്മവികാസം നേടുക. ഇങ്ങനെ ഒരു പടിയാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് ഉള്ള പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. അതായത് കർമ്മസന്യാസ യോഗം,
അതിൻ്റെ ഫലങ്ങൾ ഇന്നതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആകുലപ്പെടാതെ അതിനെ നസിക്കുക, ഉപേക്ഷിക്കുക. ശരിയായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട എന്നുള്ളതല്ല അർത്ഥം. ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടുന്നപ്പോൾ ഒരാൾ ജോലി ചെയ്താൽ അതിൻ്റെ സാലറി വാങ്ങാം. പക്ഷേ എന്നാൽ സാലറി വാങ്ങുന്നത് പുറമേ പിന്നെ അതിൻ്റെ കൂടെ കൈക്കൂലിയും വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇന്നത് എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് അമിതമായിട്ട് ഉത്കണ്ഠയോടുകൂടി ഓരോന്ന് ചെയ്യുക. അതൊന്നും ഇല്ലാതെ നസിക്കുക, ഉപേക്ഷിക്കുക, ശരിയായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ആ കിട്ടേണ്ട ഒരു ഫലത്തെക്കുറിച്ചുള്ള ആകാംക്ഷയെ ഉപേക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തൻ്റെ കർമ്മങ്ങൾ അർപ്പണഭാവത്തോടുകൂടി ഒരു യജ്ഞഭാവത്തിൽ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും ഈ കർമ്മസന്യാസ യോഗം എന്ന് പറയുക. അപ്പോൾ ഇതിലൂടെ ഭഗവാനിലേക്ക് യോഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ യോജിച്ചിരിക്കുന്നത് നമ്മുടെ വാസനകളിലാണ് എന്ന്. അപ്പോൾ ഈ വാസനകളിൽ നമ്മൾ നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ചിന്തകളിലുമാണ് നമ്മളിപ്പോൾ യോഗം ചെയ്തിരിക്കുന്നത്. യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ ചേർന്നിരിക്കുക. പക്ഷേ ഈ യോഗം ചെയ്ത നമ്മളുടെ ഈ മനസ്സിനെ ഈ അവസ്ഥയിൽ നിന്ന് ഭഗവാനിൽ യോഗം ചെയ്യണം. അതാണ് എല്ലാ ഗീതയിലുള്ള എല്ലാ ചാപ്റ്ററും പറയുന്നത് യോഗം എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 5ൻ്റെ പേര് തന്നെ കർമ്മസന്യാസ യോഗം എന്നാണ്. അപ്പോൾ യോഗമാണ്. എവിടെയാണ് യോഗം ചെയ്യേണ്ടത്? ഭഗവാനിലാണ് യോഗം ചെയ്യേണ്ടത്. യോഗം എന്ന് പറയുന്നത് വാക്ക് യുജ് എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് വന്നത്. യുജ് എന്ന് പറയുമ്പോൾ യോജിപ്പിക്കുക എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ യോജിപ്പിക്കണം. എവിടെയാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്? ഭഗവാനിൽ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും യോജിപ്പിക്കണം. അങ്ങനെ യോജിപ്പിക്കാൻ കർമ്മ സന്യാസ യോഗത്തിലൂടെ കഴിയും. അപ്പോൾ പല പല ചാപ്റ്ററുകൾ ഓരോ കാര്യങ്ങളിലൂടെ ഭഗവാനിൽ എങ്ങനെ എത്താമെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പരമലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരമായിരിക്കെ 3ഉം 4ഉം ചാപ്റ്ററുകളിൽ ഭഗവാൻ കർമ്മരഹസ്യത്തെയാണ് വിസ്തരിച്ച് ഉപദേശിച്ചത്. അപ്പോൾ കർമ്മം വിവേകപൂർവം ചെയ്യണമെന്നും അപ്പോൾ പരമപദം അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു ഡോക്ടറാവണം അല്ലെങ്കിൽ ഒരു നേഴ്സാവണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ആ ഒരു ഡിഗ്രിയൊക്കെ നേടിയാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ തീർച്ചയായിട്ടും ആവാൻ കഴിയും. എന്നാൽ പരമപ്രാപ്തി നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സാധകൻ അല്ലെങ്കിൽ ഒരു ഉപാസകൻ യജ്ഞരൂപത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കണം. ആ ഒരു മാർഗത്തിലൂടെ പിന്നിടുമ്പോൾ ധ്യാനയോഗത്തിലൂടെ ആ ഒരു പാതയിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ധ്യാനത്തിനെയും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ ധ്യാനത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കർമ്മത്തെ സന്യസിക്കണം. അതാണ് കർമ്മസന്യാസ യോഗം. എന്നാൽ എന്നിട്ട് മാത്രമാണ് ഇനി 6ാമത്തെ ചാപ്റ്ററിൽ ധ്യാനയോഗത്തെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മമണ്ഡലത്തിൽ നിന്ന് ധ്യാന മേഖലയിലേക്ക് ഉള്ള ഒരു പാലമാണ് കർമ്മസന്യാസം. അപ്പോൾ ഇവിടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കർമ്മസന്യാസ യോഗമാണ്. 6ാമത്തെ ചാപ്റ്റർ ധ്യാനയോഗമാണ്. അപ്പോൾ ധ്യാനയോഗത്തിലൂടെ നമുക്ക് ഒരു നല്ല ഒരു സ്ഥലത്തിലേക്ക് ആ സാധകന് എത്താൻ കഴിയും. അപ്പോൾ അവിടെ ആ ധ്യാനയോഗത്തിൽ എത്തണമെങ്കിൽ ഈ കർമ്മയോഗത്തിൽ നിന്ന് ഇടയിലൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു പാലമാണ് ചാപ്റ്റർ 5 എന്ന് പറയുന്നത്. ചാപ്റ്റർ 5 കർമ്മസന്യാസ യോഗം. അപ്പോൾ ഇവിടെ കർമ്മമണ്ഡലത്തിൽ നിന്ന് ധ്യാനമണ്ഡലത്തിലേക്കുള്ള ഒരു പാലമാണ് 5ാമത്തെ അധ്യായമെന്നും കർമ്മത്തെയും ധ്യാന യോഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സൂക്ഷ്മമായ കണ്ണിയാണ് ഈ ഒരു ചാപ്റ്റർ. കാരണം ഈ ഒരു മുമ്പ് 3ഉം 4ഉം ചാപ്റ്ററിൽ കർമ്മയോഗത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞപ്പോൾ ഇനി വരുന്ന ഈ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ധ്യാനം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് തരുന്നത് 6ാമത്തെ ചാപ്റ്റർ. അപ്പോൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ അതിന് വേണ്ട തയ്യാറെടുപ്പുകളും ഒക്കെ കർമ്മമാർഗത്തിൽ എങ്ങനെ ചരിക്കണം എന്ന് പറഞ്ഞു തരുന്നതാണ്.
അപ്പോൾ കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും ഏകകാലത്ത് തന്നെ എങ്ങനെ അനുഷ്ഠിക്കാമെന്നും ഏതാണ് ഇവയിൽ ശ്രേയസ്കരം എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ഒരു തുടക്കം. അപ്പോൾ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഭഗവാൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ടും ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, ലൈവായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ലൈവായിട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം അടുത്ത ഒരു വീഡിയോയിൽ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.